മൂന്നാം ക്ലാസ്സിലെ ലിസാനിൽ ഖുർആനിലെ 9ാമത്തെ പാഠം അൻതി സ്വദീഖത്തി. നീ സ്വദീഖത്തി എൻ്റെ കൂട്ടുകാരിയാണ്. നീ എൻ്റെ കൂട്ടുകാരിയാണ്. പാഠം നോക്കാം. യാ വലതു, വലതുൻ ആൺകുട്ടി. യാ വലതു ഏ ആൺകുട്ടി. അൻത നീ ദാരിസുൻ വിദ്യാർത്ഥിയാണ്. യാ വലതു അൻത ദാരിസുൻ ഏ ആൺകുട്ടി നീ വിദ്യാർത്ഥിയാണ്. യാ ഔലാദു ഏ ആൺകുട്ടികളെ. വലതുൻ ആൺകുട്ടി, ഔലാദുൻ അതിൻ്റെ ബഹുവചനം ആൺകുട്ടികളെ. അൻതും നിങ്ങൾ, ദാരിസൂന വിദ്യാർത്ഥികളാണ്. ദാരിസുൻ എന്നത് ഒരാൺകുട്ടിയാവുമ്പോൾ, കുറേ ആൺകുട്ടികളാവുമ്പോൾ ദാരിസൂന വിദ്യാർത്ഥികളാണ്. അൻതും നിങ്ങൾ, ഏ ആൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അടുത്തത് യാ റജുലു ഏ മനുഷ്യ. അൻത നീ സ്വാദിക്കുൻ സത്യം പറയുന്നവനാണ്. ഏ മനുഷ്യ നീ സത്യം പറയുന്നവനാണ്. യാ റിജാലു ഏ മനുഷ്യരെ. റജുലുൻ അതിൻ്റെ ബഹുവചനം റിജാലുൻ ഏ മനുഷ്യരെ. അൻതും നിങ്ങൾ, സ്വാദിക്കൂന സത്യം പറയുന്നവരാണ്. സ്വാദിക്കുൻ സത്യം പറയുന്നവൻ, സ്വാദിക്കൂന സത്യം പറയുന്നവർ. യാ റബ്ബി നാഥ. അൻത നീ ഖാലിഖുന ഞങ്ങളുടെ സൃഷ്ടാവാണ്. നാഥ നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്. യാ മുസ്ലിമൂന ഏ മുസ്ലിമീങ്ങളെ. അൻതും നിങ്ങൾ, ഇഖ്വാനുൻ സഹോദരങ്ങളാണ്. ഏ മുസ്ലിമീങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ്. ഒരു പുരുഷനാണെങ്കിൽ അൻത എന്നും നീ എന്നതിന് അൻത എന്നും, കുറേ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ എന്നതിന് അൻതും എന്നും ഉപയോഗിക്കണം. ഇനി നമുക്ക് സ്ത്രീകളാവുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. യാ ബിന്തു ഏ പെൺകുട്ടി. അൻതി നീ ദാരിസത്തുൻ വിദ്യാർത്ഥിനിയാണ്. യാ ബിന്തു അൻതി ദാരിസത്തുൻ ഏ പെൺകുട്ടി നീ വിദ്യാർത്ഥിനിയാണ്. യാ ബനാത്തു ബിന്തുൻ എന്നതിൻ്റെ ബഹുവചനം പെൺകുട്ടികളെ. അൻതുന്ന നിങ്ങൾ. അൻതി എന്നതിൻ്റെ കൂടുതൽ സ്ത്രീകളാവുമ്പോൾ അൻതുന്ന നിങ്ങൾ. ദാരിസാത്തുൻ വിദ്യാർത്ഥിനികളാണ്. ദാരിസത്തുൻ വിദ്യാർത്ഥിനി, ദാരിസാത്തുൻ വിദ്യാർത്ഥിനികളാണ്. യാ ബനാത്തു അൻതുന്ന ദാരിസാത്തുൻ ഏ പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. യാ ഉഹ്തി ഏ എൻ്റെ സഹോദരി. അൻതി നീ സ്വദീഖത്തുൻ കൂട്ടുകാരിയാണ്. ഏ എൻ്റെ സഹോദരി നീ കൂട്ടുകാരിയാണ്. യാ അഹവാത്തി ഏ എൻ്റെ സഹോദരിമാരെ. ഉഹ്തി അഹവാത്തി. അൻതുന്ന നിങ്ങൾ, സ്വദീഖാത്തുൻ കൂട്ടുകാരികളാണ്. സ്വദീഖത്തുൻ അതിൻ്റെ ബഹുവചനം സ്വദീഖാത്തുൻ എൻ്റെ സഹോദരിമാരെ നിങ്ങൾ കൂട്ടുകാരികളാണ്. യാ ഉമ്മി ഏ എൻ്റെ ഉമ്മ. അൻതി നീ ആലിമത്തുൻ അറിവുള്ളവളാണ്. ഏ എൻ്റെ ഉമ്മ നീ അറിവുള്ളവളാണ്. യാ മുസ്ലിമാത്തു ഏ മുസ്ലിം സ്ത്രീകളെ. അൻതുന്ന നിങ്ങൾ, അഹവാത്തുൻ സഹോദരിമാരാണ്. ഏ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ സഹോദരിമാരാണ്. ഒരു സ്ത്രീ ആവുമ്പോൾ നീ എന്നതിന് അൻതി എന്നും, കുറേ സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നതിന് അൻതുന്ന എന്നും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നെക്റഉ അൻത ജാലിസുൻ നീ ഇരിക്കുന്നവനാണ്. പെൺകുട്ടിയാവുമ്പോൾ അൻതി ജാലിസത്തുൻ
നീ ഇരിക്കുന്നവളാണ്. അൻത സാജിദുൻ, നീ സുജൂദ് ചെയ്യുന്നവനാണ്. അൻതി സാജിദത്തുൻ, നീ സുജൂദ് ചെയ്യുന്നവളാണ്. അൻതും ജാലിസൂന, നിങ്ങൾ പുരുഷന്മാർ ഇരിക്കുന്നവരാണ്. അൻതുന്ന ജാലിസാത്തുൻ, നിങ്ങൾ സ്ത്രീകൾ ഇരിക്കുന്നവരാണ്. അൻതും ഫായിസൂന, നിങ്ങൾ പുരുഷന്മാർ വിജയിച്ചവരാണ്. അൻതുന്ന ഫായിസാത്തുൻ, നിങ്ങൾ സ്ത്രീകൾ വിജയിച്ചവരാണ്. അടുത്തത് നുകമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കാം. യാ വലതു ഡേഷ് സ്വദീക്കി, യാ വലതു ആൺകുട്ടി, വലതു ആയതുകൊണ്ട് അൻത, ഇവിടെ ചേർക്കേണ്ടത് അൻത. അൻത സ്വദീക്കി, നീ എൻ്റെ കൂട്ടുകാരനാണ്. യാ സാജിദത്തു, ഏ സാജിദ, സാജിദ ആയതുകൊണ്ട് ഇവിടെ അൻതി. അൻതി നീ, ഉഹ്തി എൻ്റെ സഹോദരിയാണ്. യാ ഔലാദു, ഏ ആൺകുട്ടികളെ, ഔലാദുൻ ആൺകുട്ടികളാണ്. നിങ്ങൾ, നിങ്ങൾ എന്നതിന് അൻതും, അൻതും എന്നാണ് ഇവിടെ എഴുതേണ്ടത്. യാ ഔലാദു അൻതും, ഏ ആൺകുട്ടികളെ നിങ്ങൾ, ദാരിസൂന വിദ്യാർത്ഥികളാണ്. യാ ബനാത്തു, ഏ പെൺകുട്ടികളെ, പെൺകുട്ടികളാവുമ്പോൾ എന്താ എഴുതേണ്ടത്? അൻതുന്ന, അൻതുന്ന ദാരിസാത്തുൻ, നിങ്ങൾ വിദ്യാർത്ഥിനികളാണ്. പെൺകുട്ടികളാവുമ്പോൾ ദാരിസാത്തുൻ വിദ്യാർത്ഥിനികൾ, ആൺകുട്ടികളാവുമ്പോൾ ദാരിസൂന വിദ്യാർത്ഥികൾ. അടുത്തത് യാ ഡേഷ് ഹൽ അൻത ദാഹിബുൻ, യാ ഡേഷ് അൻത ദാഹിബുൻ, ഇവിടെ അൻത എന്ന് വന്നതുകൊണ്ട് വലതുൻ. യാ വലതു ഹൽ അൻത ദാഹിബുൻ, ഏ ആൺകുട്ടി നീ, ദാഹിബുൻ പോകുന്നവൻ, ഹൽ എന്ന് വന്നതുകൊണ്ട് പോകുന്നവനാണോ, ഏ ആൺകുട്ടി നീ പോകുന്നവനാണോ. അടുത്തത് യാ ഡേഷ് അൻതുന്ന ജാലിസാത്തുൻ, അൻതുന്ന എന്ന് വന്നതുകൊണ്ട് ബനാത്തുൻ. യാ ബനാത്തുൻ അൻതുന്ന ജാലിസാത്തുൻ, ഏ പെൺകുട്ടികളെ നിങ്ങൾ ഇരിക്കുന്നവരാണ്. അൻത, അൻതി, അൻതും, അൻതുന്ന. അൻത എന്നത് ഒരു പുരുഷനാണെങ്കിൽ നീ എന്നതിന് അൻത എന്നും, ഒരു സ്ത്രീ ആണെങ്കിൽ നീ എന്നതിന് അൻതി. കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നതിന് അൻതും, കുറേ സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നതിന് അൻതുന്ന എന്നും ഉപയോഗിക്കണം. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.